നമസ്കാരം. വാർത്തയിലെ സത്യം വാർത്താധിഷ്ഠിത പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ആഗോള വ്യാപകമായി ഇസ്ലാമിക ഭീകരത പടർന്നു പിടിക്കുമ്പോൾ അത് മനുഷ്യ ശരീരത്തിലെ കോശങ്ങളെ കാർന്നു തിന്നുന്ന അർബുദ വ്യാധിയേക്കാൾ വേഗത്തിൽ മാനവരാശിയെ ഇല്ലാതാക്കുമെന്നുള്ള യാഥാർത്ഥ്യം അറിഞ്ഞിട്ടും താൽക്കാലിക ലാഭത്തിനും അധികാരത്തിനും വേണ്ടി ഇസ്ലാമിക ഭീകരതയെ പിന്തുണയ്ക്കുന്നവരാണ് ലോകത്തിലെ ഒരു വിഭാഗം ജനങ്ങൾ എന്നത് അങ്ങേയറ്റം ഭയാനകമാണ്. മനുഷ്യ സമൂഹത്തിൽ നിന്ന് വേർപെട്ട് ഭീകരതയുടെ സങ്കേതങ്ങൾ കൂടി പാർത്തുകൊണ്ട് അണികളും ആയുധങ്ങളും ആസൂത്രണങ്ങളുമായി തങ്ങളുടെ അജണ്ട നടപ്പിലാക്കുവാൻ ഇറങ്ങുന്ന മതഭീകര ശക്തികളെ അതിജീവനത്തിന് പ്രേരിപ്പിക്കുന്നതും പൂർണ്ണമായി ഇല്ലായ്മ ചെയ്യുവാൻ കഴിയാതെ പോകുന്നതും ഈ കൊടും ഭീകരതയുടെ വക്താക്കൾക്ക് വേണ്ടി സദാ സന്നദ്ധരായി നിൽക്കുന്ന പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റ് നയങ്ങളുമായി മനുഷ്യരുടെ ഇടയിൽ വർത്തിക്കുന്ന മനുഷ്യരാണ്. കൃത്യമായ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങളുടെ കരിമ്പടം എടുത്തു പുതച്ച് അധികാരവും ലാഭവും മാത്രം കൈയാളുവാനുമായുള്ള നയങ്ങൾ അവതരിപ്പിച്ചും മുൻപോട്ട് നീങ്ങുന്ന ഇത്തരക്കാരെ കൂടുതലായി കാണുന്നത് യൂറോപ്യൻ രാജ്യങ്ങളിലാണെങ്കിലും നാം ജീവിക്കുന്ന ഇന്ത്യൻ സമൂഹത്തിലും രാജ്യവിരുദ്ധ നയങ്ങളും മതഭീകരതകളുടെ അജണ്ടകളുമായി അത്തരക്കാർ മുൻപോട്ട് പോകുകയാണ്. ഐസിസ്, അൽ ഖ്വയ്ദ, ലഷ്കർ ഇ തൊയ്ബ, ബോക്കോ ഹറാം, ഹമാസ് എന്നിങ്ങനെയുള്ള വിവിധ പേരുകളിൽ ഇസ്ലാമിക തീവ്രവാദം ലോകത്തിലെ 5 വൻകരകളിലേക്കും ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇവിടത്തെയെല്ലാം പൊതുസമൂഹത്തിൽ നിന്ന് ചിലർ അവരെ നിശബ്ദമായി പിന്തുണയ്ക്കുന്നത് കൊണ്ട് തന്നെയാണ്. ഇത്തരത്തിൽ ഇസ്ലാമിക ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്നവരുടെ നിഗൂഢ അജണ്ടകൾ എക്കാലത്തും നിശബ്ദമായിട്ടുണ്ടായിരുന്നുവെങ്കിലും അതെല്ലാം മറനീക്കി പുറത്തു വന്നത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇസ്രായേൽ ഹമാസ് യുദ്ധം ശക്തമായതോടെയാണ്. തങ്ങളുടെ ആയിരക്കണക്കിന് പൗരന്മാരെ കൊന്നൊടുക്കുകയും നൂറുകണക്കിന് ആളുകളെ ബന്ദികളാക്കി പിടിച്ചുകൊണ്ടുപോവുകയും ചെയ്തതിന് ഇസ്രായേൽ കൊടുത്ത തിരിച്ചടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ലോകത്തിലെ ഇന്ത്യയടക്കം വിവിധ രാഷ്ട്രങ്ങളിൽ ഇസ്രായേലിനെതിരെ പ്രതിഷേധങ്ങളും പ്രകടനങ്ങളും നടത്തിക്കൊണ്ടായിരുന്നു ലോകത്തിലെ ഹമാസ് മാനസന്മാർ പുറത്തു വന്നത്. ഹമാസിന്റെ ഭീകരതയ്ക്ക് ഇരകളായി മരിച്ചു വീണ നിരപരാധികൾക്കൊപ്പം തന്നെയാണ് ലോകം മുഴുവനും. അക്കാര്യത്തിൽ നമ്മുടെ രാജ്യമായ ഇന്ത്യയുടെ നിലപാടുകളും വ്യത്യസ്തമായിരുന്നില്ല. എന്നാൽ ഇസ്രായേലിനെ പിന്തുണയ്ക്കുക എന്നതായിരുന്നു ഇന്ത്യയുടെ പ്രഖ്യാപിത നയം. ആ നയം ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളും അംഗീകരിക്കുകയും ചെയ്തു. എന്നാൽ ഇന്ത്യയിലെ പ്രമുഖമായ 2-3 രാഷ്ട്രീയ പാർട്ടികളും അവരുടെ നേതാക്കന്മാരും കേരളം, തമിഴ്നാട് അടക്കമുള്ള ചില സംസ്ഥാനങ്ങളും പാലസ്തീന് വേണ്ടി എന്ന മട്ടിൽ ഹമാസിന് വേണ്ടി വാദിച്ചു കൊണ്ടിരുന്നത് പരസ്യമായിട്ടായിരുന്നു. ഹമാസ് എന്തു തന്നെ ചെയ്തിട്ടുണ്ടെങ്കിലും അവർ നിരപരാധികളാണെന്ന് പ്രഖ്യാപിച്ചത് ഇപ്പോൾ നടക്കുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പിലെ ഒരു സ്ഥാനാർത്ഥിയായിരുന്നു. ഇത്തരത്തിലുള്ള തീവ്രവാദ ആഭിമുഖ്യം തന്റെ നയമാണെന്ന് ഉറപ്പിച്ചുകൊണ്ട് ഓപ്പറേഷൻ സിന്ദൂറിൽ പങ്കെടുത്ത ഇന്ത്യയുടെ ധീര ജവാന്മാരെ ഇകഴ്ത്തി കാട്ടുവാനും മേൽപ്പടിയാൻ മടിച്ചിരുന്നില്ല എന്നത് ശ്രദ്ധേയമാണ്. ചിലർക്ക് ഹമാസ് തീവ്രവാദികൾ പോരാളികളും യോദ്ധാക്കളും സ്വാതന്ത്ര്യ സമര സേനാനികളുമാണ്. ചിലരാകട്ടെ ഹമാസ് പ്രതിപത്തിയുടെ മൂർധന്യതയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിനെ വിചാരണ ചെയ്ത് വെടിവെച്ച് കൊല്ലണമെന്ന് പോലും പ്രഖ്യാപിച്ചത് കേരളത്തിലാരും മറന്നിട്ടില്ല. ഇന്ത്യയും വിവിധ ഭാഗങ്ങളിൽ ഹമാസിനെ അനുകൂലിച്ചുകൊണ്ട് ശക്തമായ പ്രതിഷേധങ്ങളും സമ്മേളനങ്ങളും ഇത്തരക്കാർ നടത്തിയിരുന്നു. ദില്ലിയിൽ ഹമാസിനെ പിന്തുണച്ചുകൊണ്ട് നടത്താനിരുന്ന വലിയ പ്രതിഷേധങ്ങളായിരുന്നു. ഫ്രീ സ്പീച്ചിനെ അനുകൂലിക്കുന്ന പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് നിഗൂഢമായ അജണ്ടകളുടെ ഭാഗമായി ചേക്കേറിയവർ ആസൂത്രിതമായി ഇസ്ലാമോഫോബിയ എക്കോസിസ്റ്റം ഉണ്ടാക്കുകയും ഇടതരെയും സ്വതന്ത്ര ചിന്തകരെയുമെല്ലാം ചേർത്ത് വോക്കിസം എന്നൊരു ആശയ ധാരണ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ട് ഹമാസ് തീവ്രവാദികൾക്ക് വേണ്ടി നടത്തിക്കൊണ്ടിരുന്ന പ്രതിഷേധങ്ങൾ പരിധി കടന്ന് രാജ്യദ്രോഹപരമായി മാറുക പോലും ചെയ്തിരുന്നു എന്നതാണ് സത്യം. ഇംഗ്ലണ്ടിലെ ഇസ്രായേൽ എംബസിക്ക് മുൻപിൽ നടന്നത് പടുകൂറ്റൻ പ്രതിഷേധ പ്രകടനങ്ങളായിരുന്നു. ജർമ്മനിയിലും ഫ്രാൻസിലും ഇതര പാശ്ചാത്യ ക്രൈസ്തവ രാഷ്ട്രങ്ങളിലുമെല്ലാം അത്തരത്തിലുള്ള പ്രതിഷേധങ്ങളുമായി ഹമാസ്
അനുകൂലികളായ വോക്കിസ്റ്റുകൾ യൂറോപ്യൻ രാജ്യങ്ങളുടെ നന്മയെ പരമാവധി ചൂഷണം ചെയ്തു. വെടിവെപ്പുകളും സ്ഫോടനങ്ങളും ആക്രമണങ്ങളുമെല്ലാം ഉണ്ടാക്കുകയും ചില ഭാഗ്യഹീനരായ മനുഷ്യർ അതിൽപ്പെട്ട് കൊല്ലപ്പെടുകയും ചെയ്തു. ഈ രാജ്യങ്ങളിലെയെല്ലാം കോളേജുകളും അമേരിക്കയിലെ കാലിഫോർണിയ യൂണിവേഴ്സിറ്റി അടക്കമുള്ള പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇത്തരത്തിലുള്ള ഭീകര മാനസർ കൈയടക്കുകയും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഉപരിപഠനം ലാക്കാക്കി ആ രാജ്യങ്ങളിലെത്തിയ സാധാരണക്കാരായ വിദ്യാർത്ഥികളിൽ പലരുടെയും ഭാവിയെ കോഞ്ഞാട്ടയാക്കുകയും ചെയ്തു. ഇസ്രായേൽ പ്രധാനമന്ത്രിയായ നെതന്യാഹു വാഷിംഗ്ടൺ കോൺഗ്രസിൽ പങ്കെടുക്കാൻ എത്തിയപ്പോൾ സമാധാനപരമായ പ്രതിഷേധം എന്ന വണ്ണം അവിടെ അരങ്ങേറിയത് രാജ്യദ്രോഹപരമായ കുറ്റങ്ങളായിരുന്നു. ഹമാസിന്റെയും പാലസ്തീന്റെയും പതാകകൾ ഉയർത്തി വീശിക്കൊണ്ട് പ്രതിഷേധിച്ചവർ വാഷിംഗ്ടൺ DC-യിൽ മാനം മുട്ടെ പാറിക്കൊണ്ടിരുന്ന അമേരിക്കൻ പതാക അഴിച്ചെടുത്തതും പിന്നെ നെതന്യാഹുവിന്റെ കോലവും കത്തിച്ച് ചാമ്പലാക്കുകയുമായിരുന്നു. അന്ന് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അമേരിക്കയിലേക്ക് കേവലം അഭയാർത്ഥികളായോ കുടിയേറ്റക്കാരായോ പഠനത്തിനോ ഉദ്യോഗത്തിനോ കടന്നുവന്ന ഹമാസ് അനുകൂലികളായ ഇത്തരക്കാർ ആ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം തകർത്തുകൊണ്ട് ഇത്തരം രാജ്യദ്രോഹ കുറ്റങ്ങൾ ചെയ്തു കൂട്ടിയത്. അന്ന് ട്രംപ് അധികാരത്തിൽ വന്നിട്ടില്ലായിരുന്നു. എന്നാൽ ഇസ്ലാമിക ഭീകരതയ്ക്കെതിരെ അതിശക്തമായ നീക്കങ്ങൾ വെച്ചു പുലർത്തുന്ന ട്രംപ് അധികാരത്തിൽ വന്നിട്ടും അമേരിക്കയിൽ അത്തരക്കാരുടെ നീക്കങ്ങൾ തുടരുന്നു എന്നുള്ളതിന്റെ തെളിവുകളാണ് പാലസ്തീനെ സ്വതന്ത്രമാക്കുക എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് ഇപ്പോഴും അമേരിക്കയിൽ നടക്കുന്ന ആക്രമണങ്ങളും കൊലപാതകങ്ങളും. ഏറ്റവും ഒടുവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഹമാസിന്റെ തടവറയിൽ ശേഷിക്കുന്ന 58 ഇസ്രായേൽ ബന്ദികളെ വിട്ടയക്കണമെന്ന ആവശ്യവുമായി അമേരിക്കയിലെ കൊളറാഡോ സംസ്ഥാനത്തെ ബൗൾഡറിൽ നടന്ന സമാധാനപരമായ റാലിക്ക് നേരെ കുപ്പിയിൽ രാസവസ്തുക്കൾ നിറച്ച് നാടൻ ബോംബുമായി വന്ന മുഹമ്മദ് സാബറി സോളിമാൻ എന്ന ഒരു ഹമാസ് അനുകൂലി അത് എറിയുകയായിരുന്നു. ആ സമയത്ത് ആ ഭീകര അനുകൂലി അതിശക്തമായി വിളിച്ചു പറഞ്ഞത് പാലസ്തീനെ സ്വതന്ത്രമാക്കണമെന്നും സയനിസ്റ്റ് ഭീകരത അവസാനിപ്പിക്കണം എന്നുമായിരുന്നു. 10ഓളം പേർ മാരകമായി പൊള്ളലേറ്റ് പിടയുന്ന കാഴ്ചകളാണ് ലോകം മുഴുവൻ കണ്ടത്. ഈ ആക്രമണത്തിന് ഏതാനും ദിവസങ്ങൾക്ക് പുറകിലായിരുന്നു വാഷിംഗ്ടൺ DC-യിലെ ജൂത മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന ഇസ്രായേൽ എംബസിയിലെ ജീവനക്കാരായ ജൂത യുവാവിനെയും യുവതിയെയും പാലസ്തീൻ മോചന മുദ്രാവാക്യം ഉരുവിട്ടുകൊണ്ട് ഒരു ഹമാസ് അനുകൂലി കൊലപ്പെടുത്തിയത്. നിരപരാധികളെ ക്രൂരമായി കൊന്നൊടുക്കുക, ഗർഭിണികളായ സ്ത്രീകളെയും വയോവൃദ്ധരെയും വധശിക്ഷയ്ക്ക് വിധേയരാക്കുക, പിഞ്ചു കുഞ്ഞുങ്ങളെ പട്ടികൂട് പോലെയുള്ള കൂട്ടിലടച്ച് കൊന്നു തള്ളുക, മൃതദേഹങ്ങളെ പോലും അപമാനിക്കുക തുടങ്ങിയ മനുഷ്യർക്ക് ചെയ്യാൻ കഴിയാത്ത തിന്മകൾ ചെയ്തു കൂട്ടിയ ഹമാസ് എന്ന ഭീകര സംഘടനയ്ക്ക് വേണ്ടി ഇത്തരത്തിൽ എഴുന്നേൽക്കുന്നവരുടെ എണ്ണം പെരുകുകയും സത്യത്തിനും നീതിക്കും വേണ്ടി സംസാരിക്കുവാൻ ആളുകൾ ഇല്ലാതാവുകയും ചെയ്യുന്ന സാഹചര്യം കടുത്ത ആശങ്കയായിരിക്കുകയാണ്. ഇത്തരത്തിൽ അതിരുകളില്ലാതെ ഉയരുന്ന ഇസ്ലാമിക മത തീവ്രവാദത്തിന്റെ മറ്റൊരു ദൃഷ്ടാന്തമാണ് ഇംഗ്ലണ്ടിലെ ആശുപത്രികളിലും സ്കൂളുകളിലും ആസൂത്രിതമായി ഉടലെടുത്തിരിക്കുന്ന പൊളിറ്റിക്കൽ ഇസ്ലാമിക മേൽക്കോയ്മകൾ. സ്വിറ്റ്സർലാൻഡിലും സംഭവിച്ചതും മറ്റൊന്നായിരുന്നില്ല. ഗാസയിലെ പലസ്തീനികളുടെ പേര് പറഞ്ഞ് സ്വിറ്റ്സർലാൻഡിൽ മത തീവ്രവാദികളായ ഹമാസ് അനുകൂലികൾ പോലീസിനെതിരെ അഴിച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത് അതിശക്തമായ ആക്രമണങ്ങളാണ്. ബ്രിട്ടനിൽ ജനിച്ചു വളർന്ന തദ്ദേശീയരോട് ബ്രിട്ടൻ വിട്ടു പോയിക്കൊള്ളാൻ ചില ഇസ്ലാമിക തീവ്രവാദികൾ ആക്രോശിച്ചതുപോലെ ജർമ്മൻ ജനതയോടും ഇപ്പോൾ ആക്രോശിക്കുകയാണ്. അഭയാർത്ഥിയായി വന്നവൻ അകത്തെ ആളാകുമ്പോൾ ഇതൊക്കെ തന്നെയാണ് ലോകത്ത് മുഴുവൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പരമ്പരാഗത ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ നിന്ന് സമാധാനപരമായി നീങ്ങുന്ന യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് കുടിയേറുന്ന ഇത്തരക്കാർ മനുഷ്യാവകാശത്തിന്റെയോ നീതി നിഷേധത്തിന്റെയോ അടിച്ചമർത്തലിന്റെയോ ഒന്നും പേരിലല്ല. പാലസ്തീനു വേണ്ടി ശബ്ദമുയർത്തുകയും മറ്റൊരു രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തെ ദുർവ്യയം ചെയ്തുകൊണ്ട് അഴിഞ്ഞാടുകയും ചെയ്യുന്നത് വെറും മതത്തിന്റെ മാത്രം ന്യായത്തിലാണ്.
മതം നിഷ്കർഷിക്കുന്ന ഭീകരതയുടെ മാനദണ്ഡത്തിലാണ്. അതിനുവേണ്ടി ഇത്തരക്കാർ എന്തും ചെയ്യാൻ മടിക്കില്ല എന്നതിന്റെ വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ റാഫയിൽ നടന്ന വെടിവെപ്പോടെ കൂടുതൽ ഊട്ടിയുറപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. ഗാസയിലെ റാഫയിൽ അഭയാർത്ഥി ക്യാമ്പിൽ ഭക്ഷണത്തിന് വേണ്ടി ക്യൂ നിന്നവർക്ക് നേരെ വെടിയുതിർത്തുകൊണ്ട് 31 പേരെ കൊല്ലുകയും 178 പേരെ മാരകമായി പരിക്കേൽപ്പിക്കുകയും ചെയ്താണ് ഈ ഭീകരതയുടെ ഏറ്റവും ഒടുവിലത്തെ സംഭവം. ഈ മാരക തിന്മ ഇസ്രായേൽ സേന ചെയ്തതാണെന്നും അതിന് തെളിവുണ്ടെന്നും ആരോപിച്ചുകൊണ്ട് ലോകം മുഴുവനും ഇരുന്ന് ഇതേ ഹമാസ് മാനസന്മാർ ആക്രോശിക്കുകയാണ്. ഗാസയിലെ പാവപ്പെട്ടവരെ ഉദ്ധരിക്കാനായി അമേരിക്കയുമായി ചേർന്ന് ഇസ്രായേൽ നടത്തുന്ന ഗാസ ഹ്യൂമനിറ്റേറിയൻ ഫൗണ്ടേഷനാണ് ഭക്ഷണ വിതരണം നടത്തിയത്. എന്നിട്ട് അവിടെ ഭക്ഷണം വാങ്ങാൻ എത്തിയവരെ ഇസ്രായേൽ വെടിവെച്ചു കൊന്നു എന്നുള്ള അസംബന്ധം ലോകത്താരും വിശ്വസിക്കില്ലെങ്കിലും അത് വിശ്വസിക്കാനും പ്രചരിപ്പിക്കാനും അതിന് തെളിവുണ്ടെന്ന് പ്രചരിക്കാനും ആളുള്ളിടത്തോളം ഈ ഇസ്ലാമിക ഭീകരത ലോകത്ത് നിന്ന് തുടച്ച് മാറ്റപ്പെടുകയില്ല എന്ന് ഉറപ്പാണ്. ഗാസ ഹ്യൂമനിറ്റേറിയൻ ഫൗണ്ടേഷൻ കൊടുക്കുന്ന ആഹാരം വാങ്ങി കഴിച്ചിട്ട് തങ്ങൾക്ക് പുറകെ ആഹാരത്തിനായി വരി നിന്നവരുടെ നെഞ്ചിലേക്ക് നിറയൊഴിച്ച് അവരെ കൊല്ലാനും ആ കുറ്റം ഇസ്രയേലിന്റെ തലയിലേക്ക് ചാർത്താനും മടിയില്ലാത്തവർ ലോകത്തിലുണ്ടെങ്കിൽ അത് ഹമാസ് ഭീകര സംഘം മാത്രമാണ്. റാഫയിൽ തങ്ങൾക്ക് നിയന്ത്രണമില്ലാത്ത ഒരു ഫോറം ആഹാരം കൊടുക്കുന്നതിൽ കുപിതരായ ഹമാസ് അങ്ങേയറ്റം മനുഷ്യത്വരഹിതമായ കൃത്യം നടപ്പിലാക്കിയിട്ട് അതിന്റെ ഉത്തരവാദിത്തം ഇസ്രയേലിന്റെ മേൽ വെക്കുകയായിരുന്നു. അത് വ്യക്തമാക്കുന്ന തെളിവുകൾ ഒന്നിനു പുറകെ ഒന്നായി ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. എത്ര കൊണ്ടാലും ഇത്തരക്കാർ പഠിക്കാത്തത് മതം പറഞ്ഞ് ചിലരെ വേഗത്തിൽ മറിക്കാനും വഴി തെറ്റിക്കാനുമാകും എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഇസ്രയേലും ഇന്ത്യയും അമേരിക്കയും ഒക്കെ നടത്തുന്ന ചെറുത്തു നിൽപ്പുകൾക്കപ്പുറത്ത് സൗദിയും ഖത്തറും അടങ്ങുന്ന ഇസ്ലാമിക രാഷ്ട്രങ്ങൾ ഈ തിന്മയ്ക്കെതിരെ ശക്തമായി നിലകൊണ്ടാൽ മാത്രമേ ഈ തിന്മയുടെ ശക്തിയെ ലോകത്ത് നിന്ന് പൂർണ്ണമായി തുടച്ചു മാറ്റാനാകൂ. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ക്രിക്കറ്റ് മത്സരത്തിൽ ഏർപ്പെടുമ്പോൾ മാത്രമല്ല, ഏത് ക്രിക്കറ്റ് രാജ്യത്തിനെതിരെ പാകിസ്ഥാൻ കളിക്കുമ്പോഴും ആത്മാഭിമാനവും സ്വത്വബോധവുമുള്ള ഓരോ ഇന്ത്യക്കാരനും ആഗ്രഹിക്കുന്നത് പാകിസ്ഥാൻ ജയിക്കരുതെന്ന് തന്നെയായിരിക്കും. അതിപ്പോൾ അവരുടെ എത്ര മികച്ച പ്രകടനങ്ങൾ സ്പോർട്സ്മാൻ സ്പിരിറ്റോടെ ആസ്വദിച്ചാലും കൊട്ടിക്കലാശത്തിൽ പാകിസ്ഥാൻ തോൽക്കണമെന്നത് ഭൂരിപക്ഷം ഇന്ത്യക്കാരുടെയും രക്തത്തിലലിഞ്ഞ വികാരം തന്നെയാണ്. എന്നാൽ ഹമാസ്, ഹിസ്ബുള്ള, മുസ്ലിം ബ്രദർഹുഡ് എന്നീ കൊടും ഭീകര തീവ്രവാദ സംഘടനകൾക്കും ഇന്ത്യയിൽ വിശേഷിച്ച് കേരളത്തിൽ ഫാൻസ് അസോസിയേഷൻ ഉള്ളപ്പോൾ ക്രിക്കറ്റിന്റെ നല്ല കാലത്ത് പാകിസ്ഥാന്റെ വെടികെട്ട് ബാറ്റ്സ്മാനായ ഷാഹിദ് അഫ്രീദിക്ക് ആരാധകരുണ്ടാകരുതെന്ന് ശഠിക്കുന്നത് ബാലിശം തന്നെയായിരിക്കും. എന്നാൽ രാജ്യം ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ എത്തിച്ചേരുകയും അതിന്റെ പരിണിത ഫലം എന്ന വണ്ണം പാകിസ്ഥാൻ എന്ന ഭീകര രാഷ്ട്രത്തിനെതിരെ 2 ആഴ്ചയോളം നീണ്ട സംഘർഷങ്ങളും 3 ദിവസം നീണ്ടുനിന്ന യുദ്ധവും ഉണ്ടാകുകയും ചെയ്തു. അത്തരത്തിൽ ഇന്ത്യ എന്ന നമ്മുടെ രാജ്യം നേരിട്ട ഈ പ്രതിസന്ധികൾക്കെല്ലാം കാരണക്കാരായിരിക്കുന്നത് പാകിസ്ഥാൻ എന്ന ഭീകര രാഷ്ട്രമാണെന്ന യാഥാർത്ഥ്യം ലോകത്തെ ജനാധിപത്യ രാജ്യങ്ങളെയെല്ലാം അറിയിക്കേണ്ടതിന് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാ ഇന്ത്യക്കാരുടെയും പ്രതിനിധികൾ ലോകം മുഴുവനും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ക്രിക്കറ്ററെങ്കിലും ഇന്ത്യയോട് കടുത്ത അസഹിഷ്ണുതയുടെ നീറ്റലുകൾ സൂക്ഷിക്കുന്ന കടുത്ത വർഗീയവാദിയായ ഷാഹിദ് അഫ്രീദിക്ക് സ്വീകരണമൊരുക്കാൻ ഇന്ത്യക്കാർ, വിശേഷിച്ച് കേരളത്തിൽ നിന്നുള്ള ഒരു പറ്റം ആളുകൾ മെനക്കെട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ ഉദ്ദേശം അത്ര വെടുപ്പുള്ളതാണെന്ന് പറയാനുള്ള സൗമനസ്യം ഇന്ത്യയെ സ്നേഹിക്കുന്ന ആർക്കും ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ സമഗ്രമായ അന്വേഷണവും കൃത്യമായ നടപടികളും അവർക്കെതിരെ ഉണ്ടാകേണ്ടത് തന്നെയാണ്. കൊച്ചിൻ സർവകലാശാല ബിടെക് അലുമിനി അസോസിയേഷനാണ് സകല ഭാരതീയരുടെയും നെഞ്ചിൽ തീ കോരിയിടുന്ന തരത്തിലുള്ളതും അങ്ങേയറ്റം രാജ്യവിരുദ്ധവുമായ നീക്കങ്ങൾക്ക് കളമൊരുക്കിക്കൊണ്ട് കഴിഞ്ഞയാഴ്ച ദുബായിലെ പാകിസ്ഥാൻ അസോസിയേഷൻ ഹാളിലാണ് പരിപാടി
സംഘടിപ്പിച്ചത്. ഈ പരിപാടിയിൽ അഫ്രീദിക്കൊപ്പം പാകിസ്ഥാനിലെ മുൻ ഫാസ്റ്റ് ബൗളർ ഉമർ ഗുല്ലും പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. പരിപാടിയുടെ ദൃശ്യങ്ങൾ എക്സ് പ്ലാറ്റ്ഫോമിൽ പ്രചരിപ്പിച്ചതോടെയാണ് രാജ്യം ഒരു വലിയ പ്രതിസന്ധി നേരിടുന്ന ഘട്ടത്തിൽ ഇന്ത്യക്കാരായ, വിശേഷിച്ച് മലയാളികളായ ഒരു പറ്റം ചെറുപ്പക്കാർ ചേർന്ന് ഇന്ത്യയെ നിതാന്ത വൈരിയായി കാണുന്ന അഫ്രീദിക്ക് സ്വീകരണം ഒരുക്കി എന്നത് വലിയ വിഷയമായി മാറുകയും സമൂഹ മാധ്യമങ്ങളിൽ അത് വലിയ ചർച്ചയ്ക്കും പ്രതിഷേധങ്ങൾക്കും കാരണമായി തീരുകയും ചെയ്തു. കോറി ആൻഡേഴ്സണും AB ഡിവിലിയേഴ്സും തകർക്കുന്നതിന് മുൻപ് ചുരുങ്ങിയ പന്തിൽ നിന്ന് സെഞ്ചുറി അടിച്ചു എന്ന റെക്കോർഡിനപ്പുറത്ത് ഇതര ക്രിക്കറ്റർമാരെ അപേക്ഷിച്ച് എന്ത് പ്രത്യേകതയാണ് അഫ്രീദിക്കുള്ളതെന്ന ചോദ്യത്തിന് കൈമലർത്തി കാണിക്കാനാണ് ഈ പരിപാടി സംഘടിപ്പിച്ച ക്യൂബന്മാർക്ക് പറ്റുകയുള്ളെങ്കിൽ ഇന്ത്യക്കാർക്കെല്ലാം അറിയാവുന്ന ഒരു കാര്യമുണ്ട്. അത് ഇയാൾ തികഞ്ഞ ഒരു ഇന്ത്യ വിരോധിയാണ് എന്നുള്ളത് തന്നെയാണ്. ഇന്ത്യക്കെതിരെ കളിക്കളത്തിൽ അഫ്രീദി പ്രകോപനം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് പോട്ടെ എന്ന് വെക്കാം. പക്ഷേ ഭാരതീയന്റെ ആത്മാവിനെ മുറിവേൽപ്പിച്ചുകൊണ്ട് പഹൽഗാമിൽ തീവ്രവാദികൾ ആക്രമണം അഴിച്ചു വിട്ടതിന് പിന്നാലെ തീവ്രവാദികളെ പിന്തുണയ്ക്കുന്ന തരത്തിൽ സ്വന്തം രാജ്യത്തെ പൗരന്മാരെ സംരക്ഷിക്കുവാനുള്ള ശേഷി ഇന്ത്യയിലെ പട്ടാളക്കാർക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യൻ സൈന്യത്തെ താറടിക്കുന്ന തരത്തിലുള്ള പ്രകോപനപരമായ പരാമർശങ്ങളാണ് അഫ്രീദി നടത്തിയത്. അവിടം കൊണ്ടും തീർന്നില്ല അഫ്രീദിയുടെ ഇന്ത്യ വിരുദ്ധ ജൽപ്പനങ്ങൾ. പഹൽഗാം ആക്രമണത്തിനുള്ള കൃത്യമായ മറുപടി എന്ന വണ്ണം പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ ഇന്ത്യ തച്ചു തകർത്തപ്പോൾ അതിനോടുള്ള പ്രതിഷേധം എന്ന വണ്ണം പാകിസ്ഥാനിലെ കറാച്ചിയിൽ നടത്തിയ വമ്പിച്ച ഇന്ത്യ വിരുദ്ധ പ്രതിഷേധ യോഗത്തിലെ മുഖ്യ പ്രഭാഷകൻ അഫ്രീദി ആയിരുന്നു. ആ വേദിയിൽ നിന്നുകൊണ്ട് അങ്ങേയറ്റം നിന്ദ്യവും നീചവുമായ പരാമർശങ്ങളായിരുന്നു അയാൾ ഇന്ത്യക്കെതിരെ നടത്തിയത്. പാക് സൈന്യത്തെ ആർക്കും തകർക്കാനാകില്ലെന്നും ഇന്ത്യ പറയുന്നത് മുഴുവൻ നുണയാണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു അന്ന് അഫ്രീദി നമ്മുടെ രാജ്യത്തെയും നമ്മുടെ പ്രധാനമന്ത്രിയും ഒക്കെ താറടിച്ചത്. ഇന്ത്യയുടെ ധീരപുത്രന്മാർ രാജ്യത്തിന് വേണ്ടി പൊരുതി മരിക്കുമ്പോൾ ഈ കടുത്ത പ്രകോപനമായി പ്രസംഗം നടത്തിയ ഇന്ത്യയുടെ നാശം ആഗ്രഹിക്കുന്ന ഒരു മതമൗലികവാദിയായ മനുഷ്യനെ മലയാളികളായ ചിലർ കൂടി ദിവസങ്ങൾക്കുള്ളിൽ ക്ഷണിച്ചു വരുത്തി ആദരിക്കുന്നത് കടുത്ത രാജ്യനിന്ദ തന്നെയാണെന്ന കാര്യത്തിന് സംശയമൊന്നുമില്ല. പ്രതിഷേധം കനത്തതോടെ കൊച്ചിൻ സർവകലാശാല ബിടെക് അലുമിനി അസോസിയേഷൻ വിശദീകരണവും മാപ്പപേക്ഷയുമായി രംഗത്ത് എത്തിയിരിക്കുകയാണ്. പാക് താരങ്ങൾ തങ്ങളുടെ പരിപാടിയിൽ ക്ഷണിക്കപ്പെടാതെ എത്തിയതാണെന്നും ഇവർ ഇതേ ഹാളിൽ മറ്റൊരു പരിപാടിയിൽ പങ്കെടുക്കേണ്ടവരായിരുന്നുവെന്നുമായിരുന്നു വിശദീകരണം. ക്ഷണിക്കാതെയാണ് വന്നതെങ്കിലും വേദിയിലെത്തിയ ഇരുവരെയും ആ സമയം ഇറക്കിവിടാൻ കഴിഞ്ഞില്ലെന്നും പറഞ്ഞുകൊണ്ടായിരുന്നു സംഘാടകരുടെ മാപ്പപേക്ഷയും. പക്ഷേ രാജ്യത്തെ ഒറ്റിക്കൊടുക്കാൻ ഇറങ്ങിയ ഈ ഭീകര മാനസരുടെ മാപ്പപേക്ഷയ്ക്ക് എന്തെങ്കിലും ഒരു ആത്മാർത്ഥതയുണ്ടോ എന്ന് അറിയണമെങ്കിൽ ആ പ്രോഗ്രാമിന്റെ ദൃശ്യങ്ങൾ കണ്ടാൽ മനസ്സിലാകും. പാട്ടും നൃത്തവും തകർക്കുന്നതിനിടയിൽ അത്യാദരവോടെ അഫ്രീദിയെ വേദിയിലേക്ക് ആനയിക്കുകയും എല്ലാവരും ആദരവോടെ കൈയടിക്കുകയും ചില വാക്കുകൾ സംസാരിച്ച അഫ്രീദി ഇന്ത്യയെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല. പക്ഷേ കേരളത്തെ തനിക്ക് ഇഷ്ടമാണെന്നും കേരളത്തിലെ ആഹാരം ഇഷ്ടമാണെന്നും വ്യക്തമാക്കിക്കൊണ്ട് ഇന്ത്യ വിരുദ്ധർക്ക് കേരളത്തിലുള്ള സ്കോപ്പുകളെ മുൻനിർത്തിക്കൊണ്ടാണ് വാജോടൊപ്പം നടത്തിയത്. ഈ ദൃശ്യങ്ങൾ രാജ്യസ്നേഹിയായ ഒരു ഇന്ത്യക്കാരനും സഹിക്കാൻ കഴിയുന്നതല്ല. കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലെ പൂർവ്വ വിദ്യാർത്ഥികൾ നിമിത്തം കേരളത്തിന് കടുത്ത അപമാനമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ദേശീയ മാധ്യമങ്ങൾ പിണറായി ഭരിക്കുന്ന കേരളത്തെ നോക്കി ലജ്ജാകരമെന്ന് വിളിക്കുകയാണ്. പാകിസ്ഥാന് വേണ്ടി ചാരവൃത്തി നടത്തിയെന്ന് ആരോപിച്ച് ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്ത ആൾ ഒരു വർഷത്തിനിടെ 2 തവണ ISIൽ നിന്ന് പരിശീലനം നേടിയെന്ന വിവരവും ചാരപ്പണിക്കായി അറസ്റ്റിലായ രാജസ്ഥാൻ നിവാസിയായ കാസിം എന്നയാൾ നിരന്തരമായി പാകിസ്ഥാൻ സന്ദർശിച്ചുമെന്നുള്ള വിവരങ്ങൾ ഇപ്പോൾ വലിയ ഞെട്ടലാണ് ഉളവാക്കിയിരിക്കുന്നത്. പാകിസ്ഥാനിലെ റഹ്ബാർ ഇ മെവാദ് എന്ന യൂട്യൂബ് ചാനൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ ഇയാൾ പറയുന്നത്
പാകിസ്ഥാൻ സ്വന്തം ദേശം പോലെ തോന്നിയെന്നും സ്വന്തം വീട്ടിലെത്തിയ അനുഭവമായിരുന്നു തനിക്ക് കിട്ടിയതെന്നും ഈ രാജ്യദ്രോഹി വാർത്താ അവതാരകയോട് പറയുന്നത് കണ്ട് ഇന്ത്യ മുഴുവൻ ഞെട്ടിത്തരിച്ചിരിക്കുകയാണ് ഇപ്പോൾ. ഇത് ഇവിടം കൊണ്ട് തീരുന്നില്ല. പാകിസ്ഥാന് വേണ്ടി ചാരപ്പണി നടത്തിയെന്ന് ആരോപിച്ച് ദില്ലി, മഹാരാഷ്ട്ര, ഹരിയാന, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ്, അസം, പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലെ 15 സ്ഥലങ്ങളിലാണ് NIA റെയ്ഡ് നടത്തിയത്. ഇതിൽ നിരവധി ഉപകരണങ്ങളും തെളിവുകളുമാണ് പിടിച്ചെടുത്തിരിക്കുന്നത്. ഇതേ കുറ്റത്തിന് ദില്ലിയിൽ നിന്ന് മോത്തിറാം ജാട്ട് എന്ന CRPF ജവാനെയും യുദ്ധ കപ്പലുകളെയും കുറിച്ചുള്ള തന്ത്രപ്രധാനമായ വിവരങ്ങൾ പങ്കുവച്ചതിന് രവീന്ദ്ര വർമ്മ എന്ന മെക്കാനിക്കൽ എഞ്ചിനീയർ അടക്കം മറ്റു നിരവധി പേരെയും അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ജീവൻ പണയപ്പെടുത്തിക്കൊണ്ട് രാജ്യത്തിന്റെ ധീരപുത്രന്മാർ പടക്കളത്തിൽ പൊരുതുമ്പോൾ രാജ്യത്തെ ഒറ്റിക്കൊടുക്കുന്ന ദ്രോഹികളെ പുറംവെട്ടം കാണാത്ത വിധത്തിൽ തുറങ്കിൽ അടയ്ക്കുക തന്നെ വേണം. വാർത്തയിലെ സത്യവുമായി ഇനി അടുത്തയാഴ്ച.